എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ. ലാലേട്ടന്റെ സിനിമയില് അഭിനയിച്ച ആളാണ്. എൻ്റെ പേരെന്താണ്? ഉണ്ണിക്കുട്ടൻ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയോ? നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ്. നമ്മൾ ഒരു 32 വർഷത്തിന് മുന്നേ ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് കണ്ട അത്ഭുതകരവും മനോഹരമായ കാഴ്ചകളെ അനുസ്മരിപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു എന്താ പറയുക, ആ യോദ്ധ എന്ന് പറയുന്ന സിനിമ കണ്ട് ഇറങ്ങിയ മനുഷ്യരുടെ മനസ്സിന് മുഴുവൻ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ചില നല്ല രംഗങ്ങൾ സമ്മാനിച്ച ആ ഒരു ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാഠ്മണ്ഡുവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സായി ബ്രോയാണ്. എന്തായാലും ഞാനിവിടെ എത്തി ആദ്യമായിട്ട് സന്ദർശിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇത് നമ്മുടെ യോദ്ധ എന്ന് പറയുന്ന ആ ഒരു ഹിറ്റ് സിനിമ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിനിമ, 32 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ച ആ സിനിമ നമ്മുടെ കാഠ്മണ്ഡുവിലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ബുദ്ധൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ശരിക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മനസ്സിനോട് ഒട്ടിക്കിടക്കുന്ന ഒരു ബുദ്ധപ്രതിമയും ഈ ഒരു സ്ഥലവും. സിനിമയിൽ കണ്ട ആ ഒരു സ്ഥലം വീണ്ടും കാണണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ നേപ്പാളിൽ ഞാൻ എത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഫ്രം സിക്കിം. ഓക്കെ. നെയിം? Pemba Sering. Sorry? Pemba Sering. Pemba. Sri. Pemba means Saturday. Usually we Buddhist people, when I born, then our name will be like a day. Okay. Sunday, Monday, Tuesday, when I wear. Okay. Yeah. Saturday. Okay. I'm born in Saturday, so that's Japemba. Okay. Japemba. Yeah. Okay. Sering means long life. Oh. Sering means long life. Okay. Thank you. If somebody born in Sunday, he will Nima. Yeah. Thursday, Monday, Tuesday. Thursday means Monday, Tuesday, Wednesday, Thursday. Purbu. Yeah. Purbu. Yeah. Okay. Thank you for your information. കാഠ്മണ്ഡുവിൻ്റെ താഴ്വരയിൽ ഒരു കുന്നിന്മേലായിട്ടാണ് ഈ ഒരു പ്രാചീന ബുദ്ധമത കേന്ദ്രമായിട്ടുള്ള സ്വയംഭൂനാഥ് എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇവിടെ അനേകം ചെറു ക്ഷേത്രങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ സ്വയംഭൂനാഥ് എന്ന് പറയുന്ന ഒരു ക്ഷേത്ര സമുച്ചയം ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നിട്ട് ചെറുതെന്തെങ്കിലും ഒരു സംഗതി കഴിച്ചിട്ട് കയറാമെന്ന് കരുതിയിട്ട് ഞാനിവിടെ ഒരു കടയിൽ കയറി, വഴിയരിയുള്ള ഒരു കടയിൽ കയറി. അപ്പോൾ അവർ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. ഞാൻ അക്കോഷേട്ടയെ തേടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അറിയാവുന്ന ഒരു അക്കോഷേട്ടയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അതാണ് വീഡിയോയുടെ മുന്നിൽ നിങ്ങൾ കണ്ട ഇന്നത്തെ അക്കോഷേട്ടൻ. One piece. ഇന്ത്യക്കാരോട് ഇവർക്കുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ശരിക്കും സൗത്ത് ഇന്ത്യയിലെ ആളുകളാണ് അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്നൊക്കെയാണ് അവരെൻ്റെ അടുത്ത് സംസാരിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിലുള്ള നമ്മളെല്ലാവരും ഉണ്ണിക്കുട്ടനെയും അക്കോഷേട്ടനെയും ഒക്കെ അന്വേഷിച്ച് ഇവിടെ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്നേഹം തിരിച്ചു നൽകുന്ന ഒരു സംഗതി കൂടിയാണല്ലോ. എന്തായാലും ഈ ഒരു ബുദ്ധമത ക്ഷേത്രം ശരിക്കും മനസ്സ് കുളിർപ്പിക്കുന്നതാണ്. ഇവിടുത്തെ അന്തരീക്ഷം അത്തരത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ കഴിയുന്നത് തന്നെ ഒരു മഹത്വമായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് അനുഭവിച്ചറിയുന്നതാണ്. ശരിക്കും
നമ്മുടെ ഉണ്ണിക്കുട്ടൻ എവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പോകുന്ന ഒരു 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 സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ആ യോദ്ധ സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. ആ ഒരു സിനിമ ശരിക്കും അന്നത്തെ കാലത്തെ ഹിറ്റ് സിനിമയായിട്ട് മാറിയ ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ പല രംഗങ്ങളും മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും തമ്മിലുള്ള പല രംഗങ്ങളും നമ്മളെ ഇന്നും ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ഓർമ്മകൾ തന്നെ സമ്മാനിക്കുന്ന സിനിമ തന്നെയാണ്. ആ സിനിമ ചെയ്ത ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടുക എന്നതും അതുപോലെ തന്നെ ഇത്ര നല്ലൊരു മനോഹര ക്ഷേത്രം സന്ദർശിക്കുക എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഈ കാഠ്മണ്ഡുവിലെത്തിയപ്പോൾ എനിക്ക് തോന്നുകയാണ്. സ്വയം ആവിർഭവിച്ചത് എന്നാണ് സ്വയംഭൂ എന്ന വാക്കിനർത്ഥം. അനാദ്യമായ അല്ലെങ്കിൽ സ്വയം ആസ്തിത്വമുള്ള ജ്യോതിയിൽ നിന്നാണ് ഈ പേര് വന്നത്. ആ ജ്യോതിയിലാണ് പിന്നീട് സ്വയംഭൂനാഥ സ്തൂപം പണി തീർത്തത് എന്നാണ് വിശ്വാസം. സ്വയംഭൂ പുരാണത്തെക്കുറിച്ച് ഈ താഴ്വര ഒരു കാലത്ത് അതിബൃഹത്തായ ഒരു തടാകമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഈ താഴ്വരയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഇവിടുത്തെ പുരാണങ്ങളിൽ കാണാം എന്നതാണ് പറയപ്പെടുന്നത്. Meditation, sitting. So we call Chaitya. Chaitya. Chaita. Okay. And I show you something. You know the singing wall, yeah? Healing. This is gold karma. This is my friend make this. This is bone. This is bone. You see? This is mandala. Symbol of Buddha. You see? Nice bird. Nepal crane. Nepal flag. How much this? This one 6,000 rupees. Okay. And this one 2,800. And this one 3,200. The same. Okay. But this is very good quality. If you buy this one, this is bone. Bone, that's very little expensive. Okay. 700, like a 1,000, like the size because of size. Okay. Big one? Big one is like a 2,500, 13 inch. Okay. It's special. How much the small one? This is 2,500, this is 3,000. In Nepali? Nepali. Okay, bro. I come back. Sure. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ കാഠ്മണ്ഡു മുഴുവൻ നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റുമെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് കയറി നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാഠ്മണ്ഡു എന്ന നഗരം ഒറ്റ കാഴ്ചയായിട്ട് നമുക്ക് മുന്നിലെത്തുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. ഈ കുന്നിന്മുള്ള ക്ഷേത്രത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 നേപ്പാളി രൂപയാണ്. ഏകദേശം 30 ഇന്ത്യൻ രൂപയായിട്ട് നമുക്കത് കണക്കാക്കാം. യോദ്ധ സിനിമയുടെ വിശേഷങ്ങളും ആയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത് തന്നെ. സ്വയംഭൂനാഥ് എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിച്ചതും അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ദൃശ്യചാരുത കൊണ്ട് നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഒപ്പം തന്നെ കാണേണ്ട ഒരു സ്ഥലമായിട്ട് തോന്നി. ഇതിൻ്റെ താഴത്ത് വെച്ചിട്ടാണ് നമ്മുടെ യോദ്ധയിലെ 1992 യോദ്ധ സിനിമ മലയാളത്തിൽ റിലീസായത്. അന്നത്തെ കാലത്ത് ഇവിടെ വന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സന്ദർഭം ഞാൻ ഈ ഒരു ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർത്തു പോവുകയാണ്. ഇവിടെ ഇദ്ദേഹം വൃത്തിയാക്കുന്നുണ്ട്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റിൻ ബുദ്ധമതക്കാരുടെ ഒരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ അധികവും വരുന്നത് ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിനകത്ത്. നമുക്ക് നെയ്വിളക്ക് കത്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധൻ്റെ ഒരു
പ്രതിമ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ. പിന്നെ 2-3 ക്ഷേത്രങ്ങൾ അടഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു. ക്ഷേത്ര സമുച്ചയമാണ്, അത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് രക്ഷയില്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നിഗൂഢമായിട്ടുള്ള ഒരു 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 ഫീലാണ് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കുറേ പ്രതിമകളുടെയൊക്കെ വിൽപ്പന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു ക്ഷേത്രം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് ബുദ്ധമതക്കാരുടെ ഒരു ആചാരമാണ്. അതിലിങ്ങനെ കൈ ഉരസിക്കൊണ്ട് അവരിങ്ങനെ നടന്നു പോകും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിവില്ല. അറിയുന്ന ആളുകൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ മഹാത്ഭുതം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഠ്മണ്ഡു മുഴുവൻ ഒരു 2 കണ്ണുകൊണ്ട് നമുക്ക് കണ്ടു തീർക്കാം ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ. എന്ത് രസമാണെന്നറിയാം ഇവിടുത്തെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മഹത്തമായിട്ടുള്ള ഒരു കാര്യം എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാഠ്മണ്ഡു ഫുള്ളായിട്ട് നമുക്ക് ഓരോ ഭാഗവുമായിട്ട് ശരിക്കും കാണാനായിട്ട് പറ്റും. ഇവിടെയുള്ള ആളുകൾക്കറിയാം ഇത് ഏതൊക്കെ ലൊക്കേഷനാണ്, ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഇവിടെ നിന്ന് നോക്കി പറഞ്ഞിട്ടുണ്ട്, ആളുകൾ പറയുന്നുണ്ട്. ഞാനത് എന്നോട് തന്നെ ഒരാൾ സംസാരിക്കുകയുണ്ടായി. ഇതിനകത്ത് സിക്കിംകാരൻ്റെ ഒരു ക്ഷേത്രം ഞാൻ കണ്ടിരുന്നു. അതിനുള്ളിൽ അദ്ദേഹം എന്നോട് കയറി തൊഴാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുള്ളിൽ കയറി. മുകളിൽ വെച്ചിട്ട് 3 നേപ്പാളി സൈനികരെ പരിചയപ്പെട്ടു. അവരെ എന്നോട് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ സൈനിക ആശുപത്രി ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. കേരളത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നും തീർച്ചയായും വരുമ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാമെന്നും അവരെന്നോട് പറഞ്ഞു. എത്ര മനോഹരമായിട്ടുള്ള ആളുകളാണ്, പെരുമാറുന്ന രീതിയാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും എനിക്കുണ്ടായിട്ടുള്ളത് കേട്ടോ. യോദ്ധ സിനിമയിൽ നമ്മുടെ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിദ്ധാർത്ഥ് ലാമ എന്നറിയപ്പെടുന്ന നേപ്പാളി നടൻ, അദ്ദേഹം കാഠ്മണ്ഡു സ്വദേശിയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അടുത്ത കാലത്ത് ലെനിൻ രാജേന്ദ്രൻ്റെ ഇടവപ്പാതി എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മലയാളത്തിലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ആ ഉണ്ണിക്കുട്ടൻ്റെ ഓർമ്മകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആരെ കണ്ടാലും അത് ഉണ്ണിക്കുട്ടനാണ്. ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടനാണ് അക്കോഷോട്ടയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ നിന്ന്. അവർ എന്താ പറയുക, ഭയങ്കര കമ്പനിയായി എൻ്റെ ആയിട്ട്. നേപ്പാളി ആർമിയിലെ പുതിയ പയ്യന്മാരാണ്. അവർ കേരളത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഇവിടെ നിന്ന് കണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ജനിച്ചത് ഇവിടെ അല്ല കേട്ടോ, ക്ഷമിക്കണം. അത് ഞാൻ വായിച്ച അറിവ് വെച്ചിട്ട് എനിക്കൊന്ന് പൊക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ ദൂരെയാണ് ഈ പൊക്ര എന്ന് പറയുന്ന സ്ഥലം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരാഗ്രഹമുണ്ട്. ബസ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് പൊക്രയിലേക്കുള്ള ഒരു യാത്ര കൂടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. നേപ്പാളിലെ വളരെ പഴക്കം ചെന്ന ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന സ്വയംഭൂനാഥ്. ഗോപാല രാജവംശാവലിയിൽ പറയുന്നതനുസരിച്ച് നേപ്പാളിലെ രാജാവായിരുന്ന മാനവേന്ദ്രൻ്റെ പ്രപിതാമഹൻ വൃഷദേവൻ 5-ാം നൂറ്റാണ്ടിൽ പണി തീർത്തതാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ ഇതിന് തെളിവാണ്. ക്രിസ്താബ്ദം 3-ാം നൂറ്റാണ്ടിൽ അശോകൻ ഇവിടെ സന്ദർശിച്ചിരുന്നു എന്നടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുന്നിൻ മുകളിൽ അന്ന് അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രം പിൻകാലത്ത് തകർക്കപ്പെടുകയുണ്ടായി. സ്വയംഭൂനാഥ് ഒരു ബുദ്ധമത കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. എങ്കിലും ഹൈന്ദവർക്ക് ഇത് പൂജനീയമായിട്ടുള്ള സ്ഥലമാണ്. പ്രതാപമല്ലൻ തുടങ്ങിയ അനവധി ഹിന്ദു രാജാക്കന്മാർ നാം ഇന്ന് കാണുന്ന സ്വയംഭൂനാഥിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രരേഖകളിൽ കാണിക്കുന്നു. സ്വയംഭൂനാഥിലെ സ്തൂപം 2010 പുതുക്കി പണിതിരുന്നു. 20 കിലോ സ്വർണമാണ് സ്തൂപമകുടം പൊതിയുവാനായിട്ട് ഉപയോഗിച്ചത്. വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിനെ കുരങ്ങന്മാരുടെ ഒരു ചരിത്രവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി
ഇട്ടുണ്ട്. അത് ഇവിടെ വാനരന്മാരെ ആരും ഒന്നും ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വാനരന്മാരുടെ ക്ഷേത്രം എന്നും കൂടി ഈ ഒരു ക്ഷേത്രത്തിന് പേരുണ്ട്. ക്ഷേത്രത്തിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ബുദ്ധൻ്റെ 2 കണ്ണുകൾ ആ സ്തൂപത്തിന് മുകളിലായിട്ട് കാണാനായിട്ട് കഴിയും. ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു അർദ്ധകുംഭം അത് പ്രതിനിധീകരിക്കുന്നത് ലോകത്തിലുള്ള ഈ ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു വ്യക്തി ഇഹലോക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടുമ്പോൾ അവൻ പരിജ്ഞാനമുള്ളവനും പരമാനന്ദം അറിയുന്നവനുമായിട്ട് തീരുന്നു എന്നതാണ് പറയുന്നത്. സ്തൂപത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭഗവാൻ ബുദ്ധൻ്റെ കണ്ണുകളിലൂടെയാണ് ഇത് പ്രതീകവൽക്കരിക്കപ്പെടുന്നത് എന്നും പറയുന്നു. ശ്രീബുദ്ധൻ്റെ കണ്ണുകൾ മഹാജ്ഞാനത്തെയും സഹാനുഭൂതിയെയും സൂചിപ്പിക്കുന്നു. ബുദ്ധൻ്റെ എന്താ പറയുക, മനസ്സ് തന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്ന രാജകുമാരൻ ഒന്നിനെയും സ്നേഹിക്കാതെ ഒന്നിനെയും ആഗ്രഹിക്കാതെ അദ്ദേഹം നിശ്ചലനായി പോയിട്ട് തപസ് അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു രാജകുമാരൻ്റെ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്വയംഭൂനാഥ് ക്ഷേത്രം. അപ്പോൾ കാഠ്മണ്ഡുവിൻ്റെ ഹൃദയഹാരിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ വീണ്ടും കാണുകയാണ് ഇവിടെ. ഈ ഒരു സ്തൂപം, ആ ഒരു കണ്ണുകൾ, ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നിർമ്മിതി വളരെ എങ്ങനെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്, അതിൻ്റെ ആ ഒരു ഭംഗി, അതെല്ലാം ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ വിസ്മയിപ്പിച്ചു പോകും. ഇവിടെ ഒരാൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ അത് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി ആരും ശല്യപ്പെടുത്തുന്നില്ല. പുള്ളി അതിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വീഡിയോ എടുക്കുന്നുണ്ട്, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോ പ്രോബ്ലം, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹം ജോലി ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഓരോ തരത്തിലുള്ള സംസ്കാരം, ഓരോ തരത്തിലുള്ള ആളുകൾ, ഓരോ പ്രവർത്തികൾ, ഇതെല്ലാം ഓരോ രാജ്യത്ത് വിഭിന്നമായിട്ട് നിലകൊള്ളുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് എത്രയോ ദൂരെ അകലം ആയിട്ട് കിടക്കുന്ന ഈ ഒരു നേപ്പാളിലെ ബുദ്ധക്ഷേത്രം നമ്മളുമായിട്ട് എത്രത്തോളം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സിനിമ നമ്മളെ അത്രത്തോളം ശരിക്കും മനസ്സിൽ കയറി കൂടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം ഇത്രത്തോളം പ്രിയപ്പെട്ടതാവുന്നത്. എന്തായാലും നേപ്പാൾ നിങ്ങൾ കാഠ്മണ്ഡു സന്ദർശിക്കുകയാണെങ്കിൽ നമ്മുടെ യോദ്ധയിലെ ഉണ്ണിക്കുട്ടനെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. What is your name? Spondan BK9. Okay. You heard about it in Kerala? Kerala? No. Where is in Kerala? No idea? No. Kerala is in India. Yeah. Okay. What are you doing? Studying? Yes. Class 8. Okay. SAI. SAI. Bro. BRO. SAI BRO. Okay. SAI BRO. Okay. Yeah. ഉണ്ണിക്കുട്ടൻ എന്തായാലും സന്തോഷത്തിലാണ്. ഉണ്ണിക്കുട്ടന് ഞാനൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്നോട് ഭയങ്കര സ്നേഹത്തോടെയാണ് ഉണ്ണിക്കുട്ടൻ എൻ്റെ അടുത്ത് പിരിഞ്ഞത്. പിന്നെ ഈ ഒരു സ്ഥലം കാണാൻ വരുമ്പോൾ നിങ്ങളിത് കാഠ്മണ്ഡുവിന് അടുത്ത് തന്നെയാണ്. ഞാനിവിടേക്ക് എത്തിയത് ബൈക്ക് ടാക്സിയിലാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 60 നേപ്പാളി രൂപയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ചാർജായിട്ട് വന്നത്. ഇൻഡ്രൈവ് എന്ന് പറയുന്നൊരു ആപ്പ് ഇവിടെ നേപ്പാളിൽ വന്നിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ എൻ്റെ യാത്രകളെല്ലാം ഇവിടെ നടത്തുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും അത് നേപ്പാളിൽ വരുന്ന ആൾക്കാർ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേപ്പാളിലെ പുതിയ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.